ഹായ്, ഞാൻ ഡോക്ടർ സിനി സജീവ്. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ കാലങ്ങളിൽ ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലേ? കാരണം ഇന്ന് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സർവ്വസാധാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് മെയിനായിട്ട് നോക്കാം. അതിന് ആദ്യം വേണ്ടത് നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളതാണ്. മെൻ്റൽ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാഷൻ, അതായത് ചിലർക്ക് പാട്ടായിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ കൃഷിപ്പണിയായിരിക്കാം, അല്ലെങ്കിൽ റീഡിങ് ആയിരിക്കാം. എന്താണോ നിങ്ങളുടെ പാഷൻ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെയിലി അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അന്നമാതിരി അതുപോലെ തന്നെ ഡെയിലി റെഗുലറായിട്ട് കുറച്ചൊരു എക്സസൈസ്, ഒരു ഹാഫ് ആൻ അവറെങ്കിലും എക്സസൈസിന് വേണ്ടി ടൈം മാറ്റി വെക്കുക. ഒന്നെങ്കിൽ ഏത് എക്സസൈസാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചിലർക്ക് നടക്കുന്നതായിരിക്കും, ചിലർക്ക് യോഗയായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഫുട്ബോൾ കളിക്കുന്നത്. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചിലർക്ക് ഡാൻസിങ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് അതിന് വേണ്ടി കുറച്ച് ടൈം ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും അതിനു വേണ്ടി മാറ്റി വെക്കുക. പിന്നെ അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ്. ആൻറ്റി ഓക്സിഡൻസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ യെല്ലോ ഫ്രൂട്ട്സ്, ഓറഞ്ച്, അതുപോലെ മാതളത്തിൻ്റെ ജ്യൂസ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ റെഗുലർ ഫുഡിൽ ആഡ് ചെയ്യുക. അതുപോലെ കൊഴുപ്പാണ്, എക്സസീവ് കൊഴുപ്പായിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിന് ഹോമിയോപ്പതിയിലും മറ്റു വൈദ്യശാഖയിലും മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് ഹോമിയോപ്പതിയിൽ അതിന് നല്ല മെഡിസിൻസ് ഉണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു കുറച്ച് മാസങ്ങൾ, ഒരു 6-7 മാസം കണ്ടിന്യൂ ചെയ്ത് ആ ബ്ലോക്ക്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ട് ചെയ്യുക. ഹായ്, ഞാൻ ഡോക്ടർ സിനി സജീവ്. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ കാലങ്ങളിൽ ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലേ? കാരണം ഇന്ന് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സർവ്വസാധാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് മെയിനായിട്ട് നോക്കാം. അതിന് ആദ്യം വേണ്ടത് നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ് കുറക്കുക എന്നുള്ളതാണ്. മെൻ്റൽ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാഷൻ, അതായത് ചിലർക്ക് പാട്ടായിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലപ്പോൾ കൃഷിപ്പണിയായിരിക്കാം, അല്ലെങ്കിൽ റീഡിങ് ആയിരിക്കാം. എന്താണോ നിങ്ങളുടെ പാഷൻ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെയിലി അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അന്നമാതിരി അതുപോലെ തന്നെ ഡെയിലി റെഗുലറായിട്ട് കുറച്ചൊരു എക്സസൈസ്, ഒരു ഹാഫ് ആൻ അവറെങ്കിലും എക്സസൈസിന് വേണ്ടി ടൈം മാറ്റി വെക്കുക. ഒന്നെങ്കിൽ ഏത് എക്സസൈസാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചിലർക്ക് നടക്കുന്നതായിരിക്കും, ചിലർക്ക് യോഗയായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഫുട്ബോൾ കളിക്കുന്നത്. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചിലർക്ക് ഡാൻസിങ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് അതിന് വേണ്ടി കുറച്ച് ടൈം ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും അതിനു വേണ്ടി മാറ്റി വെക്കുക. പിന്നെ അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ്. ആൻറ്റി ഓക്സിഡൻസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ യെല്ലോ ഫ്രൂട്ട്സ്, ഓറഞ്ച്, അതുപോലെ മാതളത്തിൻ്റെ ജ്യൂസ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ റെഗുലർ ഫുഡിൽ ആഡ് ചെയ്യുക. അതുപോലെ കൊഴുപ്പാണ്, എക്സസീവ് കൊഴുപ്പായിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിന് ഹോമിയോപ്പതിയിലും മറ്റു വൈദ്യശാഖയിലും മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് ഹോമിയോപ്പതിയിൽ അതിന് നല്ല മെഡിസിൻസ് ഉണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു കുറച്ച് മാസങ്ങൾ, ഒരു 6-7 മാസം കണ്ടിന്യൂ ചെയ്ത് ആ ബ്ലോക്ക്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ മെൻ്റൽ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആവശ്യം ഒരു ഓവറായിട്ട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ അതിന് നല്ല മെഡിസിൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളോ ഒന്നും വരുത്തില്ല. പ്രത്യേകിച്ച് ഈ ആൻസൈറ്റി, അതുപോലെ സ്ട്രെസ് റിലീഫിങ്ങിനും നല്ല മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ.